നമ്മളൊക്കെ തന്നെ വലിയ ആദരവോടെയും സ്നേഹത്തോടെയും ഒക്കെ കാണുന്ന തൊഴിലാണ് നഴ്സിംഗ് എന്നത്. ആശുപത്രികളിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ പരിചരിക്കുന്നു, നമുക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നു. വയ്യാത്തവരെ കിടന്ന കിടപ്പിൽ പ്രാഥമിക കാര്യങ്ങൾ പോലും സാധിക്കുന്ന വയ്യാത്ത രോഗികളെ ശുശ്രൂഷിക്കുന്നു. ഒരു മടിയുമില്ലാതെ പുഞ്ചിരിച്ച മുഖവുമായി നഴ്സുമാർ ഏത് പാതിരാത്രിയിലും 24 മണിക്കൂറും ഏത് ആശുപത്രിയിലാണെങ്കിലും ഓടിയെത്താറുണ്ട്. കേരളത്തിലടക്കം അവരുടെ ശമ്പളമില്ലായ്മ, അവർക്ക് കൊടുക്കുന്ന കുറഞ്ഞ ശമ്പളത്തെക്കുറിച്ചും അവർക്ക് ലഭിക്കുന്ന കുറഞ്ഞ അലവൻസുകളെക്കുറിച്ചും അവർക്ക് പരിഗണന കിട്ടാത്തതിനെക്കുറിച്ചുമൊക്കെ വലിയ ചർച്ചകളും സമരങ്ങളുമൊക്കെ നടക്കുകയാണ്. മാലാഖമാരെന്നൊക്കെയാണ് നമ്മൾ നഴ്സുമാരെ പറയുന്നത്. തീർച്ചയായിട്ടും നഴ്സുമാർ വളരെയധികം ജനങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന, ജനങ്ങളുടെ ഹൃദയവുമായി ചേർന്ന് നിൽക്കുന്ന ആരോഗ്യ പ്രവർത്തകർ തന്നെയാണ്. അവരെ തീർച്ചയായിട്ടും അംഗീകരിക്കണം, അവർക്കെല്ലാ പിന്തുണയും കൊടുക്കണം. അവരെ നമ്മളിൽ ഒരാളായിട്ടല്ല, നമ്മളെക്കാളും അല്പം മുകളിലായിട്ട് അവരെ കാണേണ്ടതുണ്ട്. അവരുടെ ആ സ്നേഹസ്പർശം കൊണ്ട് പോലും രോഗങ്ങൾ മാറിയ ചരിത്രം പലപ്പോഴും പറയാനുണ്ട്. പക്ഷേ അവരെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട്, അവരുടെ ആ തൊഴിലിനെ തന്നെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു നടി എത്തിയിരിക്കുന്നു. അവർ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു MP ആണ്, ഒരു അഭിനേത്രിയാണ്, ഒരു കലാകാരിയാണ്. കങ്കണ റണാവത്ത് എന്നാണ് അവരുടെ പേര്. അവർ പലപ്പോഴും BJPക്കും ഒക്കെ അനുകൂലമായിട്ട് ഒക്കെ പ്രതികരിക്കുകയും അതുപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒക്കെ തന്നെ നരേന്ദ്രമോദിയുടെ ഒക്കെ തന്നെ കാര്യങ്ങളെയൊക്കെ തന്നെ പ്രശംസിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അവരിൽ നിന്ന് ഇത്തരം പ്രസ്താവനകൾ ഉണ്ടാകുന്നത് ഒരിക്കലും ഭൂഷണമായൊരു കാര്യമായി നമുക്ക് കരുതാനാവില്ല. നഴ്സുമാരുടെ വസ്ത്രധാരണ രീതി ബ്രിട്ടീഷ് കാലത്തേതാണെന്നും നഴ്സുമാരുടേത് ഏറ്റവും ലൈംഗികവൽക്കരിക്കപ്പെട്ട ഒരു തൊഴിലാണ് എന്നുമാണ് കങ്കണ റണാവത്ത് പറഞ്ഞത്. വസ്ത്രരീതിയെക്കുറിച്ച് പറയാൻ തീർച്ചയായിട്ടും ബ്രിട്ടീഷുകാരുടെ കാലത്തെ ആ വസ്ത്രധാരണ രീതി നഴ്സുമാരുടെ പല യൂണിഫോമുകളിലും നമുക്ക് കാണാം, പല ആശുപത്രികളിലും. പക്ഷേ ഏറ്റവും കൂടുതൽ ലൈംഗികവൽക്കരിക്കപ്പെട്ട, ഏറ്റവും കൂടുതൽ മോശം രീതിയിൽ കാണുന്ന അല്ലെങ്കിൽ മോശം രീതിയിൽ പ്രവർത്തിക്കുന്ന ആ ഒരു തൊഴിലിടമാണ് ഈ നഴ്സിംഗ് അല്ലെങ്കിൽ ഈ നഴ്സുമാർ എന്ന് അവർ എന്തർത്ഥത്തിലാണ് ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയത്? അത് നഴ്സിംഗ് സമൂഹത്തെ തന്നെ, നഴ്സുമാരുടെ സമൂഹത്തെ തന്നെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ എന്നാണ് ഈ വാർത്തയ്ക്ക് പല പ്രതികരണങ്ങൾ വരുന്നത്. തൻ്റെ പുതിയ ചിത്രമായ ഭാരത് ഭാഗ്യവിധാത എന്ന സിനിമയുടെ റിലീസിന് തൊട്ടുമുന്നോടിയായി നടന്ന ചടങ്ങിലാണ് താരം ഈ അഭിപ്രായ പ്രകടനം നടത്തിയത്. 1ഉം 2ഉം ലോകമഹായുദ്ധകാലത്ത് US സേനയുടെ നഴ്സുമാരുടെ രീതിയാണ് പിന്നുവെച്ച് കുത്തി വയ്ക്കുന്ന തൊപ്പി ഉൾപ്പെടെ ഇവരുടെ വേഷം ഭാരതീയ രീതിയിലേക്ക് മാറ്റണം എന്നും കങ്കണ ആവശ്യപ്പെട്ടു. കങ്കണയുടെ പരാമർശത്തെ പല BJP നേതാക്കളും പിന്തുണച്ചുവെങ്കിലും രൂക്ഷ വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത്. നഴ്സുമാരുടെ യൂണിഫോമല്ല, മറിച്ച് തകർന്ന ഭിത്തികളും ഉപകരണങ്ങളുമുള്ള ഇന്ത്യയിലെ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യങ്ങളാണ് ആദ്യം മെച്ചപ്പെടുത്തേണ്ടത് എന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. തീർച്ചയായിട്ടും ഇവിടെ ആശുപത്രികളുടെ രീതികൾ മാറണം, ആശുപത്രികളുടെ പ്രവർത്തനം മാറണം. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ മേഖല തന്നെ, ഇന്ത്യയിലെ ആരോഗ്യ മേഖല തന്നെ പലപ്പോഴും പൊളിച്ച് എഴുതേണ്ടതാണ് എന്ന് പലകുറി റിപ്പോർട്ടുകളും സൂചനകളും അഭിപ്രായങ്ങളും വന്നിട്ടുണ്ട്. നഴ്സുമാരുടെ വസ്ത്രധാരണ രീതി, ഡോക്ടർമാരുടെ വസ്ത്രധാരണ രീതി, ഇതിനെയൊക്കെ എന്തിനാണ് വിമർശിക്കുന്നത്? അതൊക്കെ ഇപ്പം നമ്മൾ ഇടുന്ന ഷർട്ട് പോലും, ടീഷർട്ട് പോലും ബ്രിട്ടീഷുകാരുടെ ആ രീതി അനുസരിച്ചുള്ള വസ്ത്രധാരണ രീതിയാണ്. നമ്മൾ ഇടുന്ന പാൻസ്, ജീൻസ്, അതുപോലെ ടോപ്പ്, മിഡി, ഇപ്പോൾ സാരി ഒഴിച്ച് എല്ലാം, അല്ലെങ്കിൽ അത്തരത്തിൽ സാരിയോ അല്ലെങ്കിൽ സൽവാർ കമ്മീസോ ചുരിദാറോ ഒഴിച്ചുള്ള ബാക്കി എല്ലാ സംഭവങ്ങളും, ഇന്ന് സ്ത്രീകൾ ഉപയോഗിക്കുന്നതും പുരുഷന്മാർ ഉപയോഗിക്കുന്നതും കുട്ടികൾ ഉപയോഗിക്കുന്നതുമായ എല്ലാ വസ്ത്രങ്ങളും ഇതുപോലെ വിദേശ അല്ലെങ്കിൽ ബ്രിട്ടീഷ് സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് അവർ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ കൊണ്ടുവന്ന ആ രീതി നമ്മൾ പിന്തുടരുന്നതാണ്. നമ്മുടെ റെയിൽവേ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതാണ്. അങ്ങനെ എന്തെല്ലാം അവർ കൊണ്ടുവന്നത് നമ്മൾ ഇന്ന് പിന്തുടരുന്നു. അപ്പോൾ ഇത് ഒരു ലൈംഗികവൽക്കരിക്കപ്പെട്ട ഒരു വേഷമാണെന്നോ അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള ഒരു തൊഴിൽ മേഖലയാണെന്നോ, ഈ രീതി മാറണമെന്നോ ഒക്കെ ഒരു അടിസ്ഥാനവുമില്ലാതെ കങ്കണ റണാവത്തിനെ പോലുള്ള ആളുകൾ അഭിപ്രായം പറയുന്നതിനോട് തീർച്ചയായിട്ടും പ്രതികരിക്കുക തന്നെ വേണം. അതിനോട് നമുക്കൊരിക്കലും യോജിച്ച് നിൽക്കാനാകില്ല. നമ്മളൊക്കെ തന്നെ വളരെ സ്നേഹത്തോടെ കരുതലോടെ കാണുന്ന, നമ്മളെയൊക്കെ തന്നെ കരുതലോടെ കാണുന്ന ഒരു സമൂഹമാണ് നഴ്സുമാർ. ചിലപ്പോൾ നഴ്സുമാർ മെഡിക്കൽ കോളേജിലൊക്കെ ചെല്ലുമ്പോൾ നഴ്സുമാർ ചിലപ്പോൾ ദേഷ്യപ്പെട്ടേക്കാം. കാരണം 24 മണിക്കൂറും 48 മണിക്കൂറും ഒക്കെ ജോലി ചെയ്യുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവർക്ക് അവരുടെ ആ ഒരു മാനസിക നിലയിൽ വന്ന വ്യതിയാനം കൊണ്ടെന്തെങ്കിലും പറഞ്ഞേക്കാം, ബുദ്ധിമുട്ടിൽ സംസാരിച്ചേക്കാം, ഉറക്കെ സംസാരിച്ചേക്കാം. പക്ഷേ നഴ്സുമാർ എന്ന ആരോഗ്യ പ്രവർത്തകരെ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് നിർത്തുക തന്നെ വേണം. അവർക്ക് എല്ലാവിധ പിന്തുണയും കൊടുക്കണം. അവർക്കെതിരെയുള്ള ഇത്തരം പരാമർശങ്ങളെ തീർച്ചയായിട്ടും നമ്മൾ ചോദ്യം ചെയ്യുക തന്നെ വേണം.